എങ്ങനെയാണ് ജയ് ശ്രീരാം വിളിയിലൂടെ ബി.ജെ.പിയും സംഘപരിവാറും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കിയത്? പലരെയും നിർബന്ധിപ്പിച്ച് ജയ് ശ്രീരാം വിളിപ്പിച്ചാൽ എന്ത് നേട്ടമാണ് രാഷ്ട്രീയപരമായി ബി.ജെ.പിക്കുള്ളത്? അത് നമ്മൾ തിരിച്ചറിയണം. പലരും ചോദിച്ച ഒരു ചോദ്യമാണ്, ജയ് ശ്രീരാം വിളിപ്പിച്ചു കഴിഞ്ഞാൽ സംഘപരിവാർ നേടുന്ന നേട്ടം എന്ത് എന്നുള്ളത്. അതിന് നമ്മൾ ബംഗാളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തണം. അത്തരത്തിലുള്ള ശക്തമായ ഒരു വെളിപ്പെടുത്തലാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എം ജോയി എന്ന തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആ വിവരങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. കേരളം ഇനി കാണാൻ പോകുന്നത് ജയ് ശ്രീരാമിന്റെ നാളുകളാണ്. കഴിഞ്ഞ പാർലമെന്ററി ഇലക്ഷനിൽ ബംഗാൾ മുഴുവൻ കൃത്യനിർവഹണം വഹിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. ജയ് ശ്രീരാം എന്ന ഒരേ ഒരു മുദ്രാവാക്യത്തിന്റെ ബലത്തിലാണ് ബി.ജെ.പി ബംഗാളിൽ ആധിപത്യം സ്ഥാപിച്ചത്. ഇനി ഇവിടെ ബി.ജെ.പിയുടെ പേര് കോട്ടയായി തുടരും. ഇനി വരുന്ന ഇലക്ഷനിൽ പ്രതിപക്ഷ പാർട്ടികൾ ഇയാമ്പാറ്റകളെ പോലെ പരാജയപ്പെട്ടു പോകും. ജയ് ശ്രീരാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വിശദമാക്കാം. അതായത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള വിവരണമെന്ന് അർത്ഥം. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ആകസ്മിക സംഭവമല്ല. വ്യക്തമായ പദ്ധതിയോടെ കൃത്യമായി ആവിഷ്കരിച്ച് വളരെ കണിശതയോടെയും കൃത്യമായും നടപ്പാക്കപ്പെടുന്ന ഒരു RSS പ്ലാനിംഗ് ആണിത്. സർക്കാർ ഓഫീസർമാരുടെ വണ്ടികൾ തടുക്കും, ജയ് ശ്രീരാം വിളിക്കും. മന്ത്രിമാരുടെ IAS IPS മാരുടെ വണ്ടികൾ തടുക്കും. ശേഷം ആക്രോശത്തോടെ ആക്രമകാരികളെ പോലെ ജയ് ശ്രീരാം വിളിക്കും. വാഹനത്തിനും അവരുടെ ടീമിനും നേരെ കല്ലെറിയും. ഇവിടെ സംയമനം പാലിച്ചാൽ RSSന്റെ മിഷൻ ഫൈലാവും. മറിച്ച് പോലീസിനെയോ പട്ടാളത്തിനെയോ ഉപയോഗിച്ച് ലാത്തി ചാർജോ അറസ്റ്റോ നടത്തിയാൽ RSS ആവിഷ്കരിച്ച പദ്ധതിയുടെ ഒന്നാം ഘട്ടം നടപ്പിലായി എന്നർത്ഥം. ശേഷം പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനും മന്ത്രിമാരെ ഉപരോധിക്കാനും കല്ലെറിയാനും ജയ് ശ്രീരാം വിളിക്കാനും പ്രത്യേകം സംഘമായി ആളുകൾ വരും. പിന്നീടുള്ള നാളുകളിൽ സർക്കാരിന് സംയമനം നഷ്ടപ്പെടും. സർക്കാർ അല്പം കൂടി ഫോഴ്സ് ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കും. ആ ശ്രമത്തിൽ RSS ഒന്നോ രണ്ടോ ബലിദാനികളെ സൃഷ്ടിക്കും. ഇതാണ് രണ്ടാം ഘട്ടം. ഇതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ കേന്ദ്രത്തിലെ പ്രധാന നേതാക്കൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട മൂന്നാം ഘട്ടം. ഇതിൽ നെറ്റിയിൽ നീളം കുറിയും ജയ് ശ്രീറാം എഴുതിയ തോർത്തുകളും ഷാളുകളും അണിഞ്ഞ സ്വദേശിയല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ട്രെയിനുകളിൽ വന്നിറങ്ങും. UP-യിൽ നിന്നും ബീഹാറിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ടവരായിരിക്കും അവർ. പട്ടാളത്തിനെയും പോലീസിനെയും നാട്ടുകാരെയും അടിക്കാനും കുത്താനുമാണ് ഇവർ വരിക. ശൂലം, കത്തി, വാൾ, പെട്രോൾ ബോംബ്, നാടൻ ബോംബുകൾ എന്നിവ ഇവരുടെ കയ്യിലുണ്ടാവും. ഇതേ സമയം സ്വദേശീയരായ അനുഭാവികൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ജയ് ശ്രീരാം നിർത്താതെ എല്ലായിടത്തും ഒഴുങ്ങും. ദിവസക്കൂലിയും വാഹനം നിറയെ ഇന്ധനവും വയറു നിറയെ കള്ളും ഭക്ഷണവും അവർക്ക് കിട്ടും. അതിനായി കോടികൾ നേതാക്കന്മാർ കൊടുക്കും. സർക്കാർ അടിച്ചമർത്താൻ നോക്കും തോറും ബഹളങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ യാഥാസ്ഥിതികരായ പാവം ജനങ്ങൾ കൂടി അവരോടൊപ്പം കൂടാൻ തുടങ്ങും. ഭഗവാന്റെ പേര് പറഞ്ഞതിന് സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്നു എന്നൊരു ദയ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതോടെ മൂന്നാം ഘട്ടം പരിപൂർണമായും പൂർത്തിയായി. നാലാം ഘട്ടത്തിൽ വരുന്ന ബി.ജെ.പിയും RSSും അവരുടെ ചില ദേശീയ മാധ്യമങ്ങളെ അയക്കും. അവർ അവിടുത്തെ വിഷയങ്ങൾ മസാല ചേർത്ത് പ്രചരിപ്പിക്കും. അതോടെ കൂടുതൽ ദേശീയ മാധ്യമങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. പിന്നീട് കുറേ ദിവസം ജയ് ശ്രീരാം വിളിക്കുന്നവർക്ക് കേരളത്തിൽ ജീവിക്കാനാവുന്നില്ല, ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ജീവനും കൊണ്ട് പലായനം ചെയ്യുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യും. സാധാരണ ജനങ്ങളിൽ ഇത്തരം വാർത്തകൾ വളരെയധികം സ്വാധീനം ചെലുത്തുകയും മതത്തിന് വേണ്ടി രക്തം ചിന്തിക്കുവാനും സർക്കാരിനെതിരെ പോരാടാനും തെരുവിലിറങ്ങാനും അവർ തയ്യാറായി കഴിഞ്ഞിരിക്കും. ഇതിനോടൊപ്പം തന്നെ ചെറുതും വലുതുമായ ഹിന്ദു മുസ്ലിം കലാപങ്ങളും അവർ ഉണ്ടാക്കും. ഇതെല്ലാം മാധ്യമങ്ങൾ മസാല ചേർത്ത് പ്രചരിപ്പിക്കും. ഇനിയാണ് രസകരമായ അഞ്ചാം ഘട്ടം. ഇതുപോലുള്ള കലാപങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര നേതാക്കൾ, അതായത് വർഗീയത മാത്രം പറയാൻ അറിയുന്നവർ, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം റാലികൾ നടത്തും. മിക്കവാറും പ്രധാനമന്ത്രി അമിത്ഷാ, യോഗി, സാക്ഷി മഹാരാജ് എന്നിവരെ പോലെയുള്ളവരാണ് വരിക. വന്നശേഷം നാട്ടിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെ അവർ വികാരഭരിതരായി സംസാരിക്കും. ഹിന്ദു രാജ്യമായിട്ട് കൂടി രാമന്റെ പേര് ഉച്ചരിക്കുന്നത് ഇവിടെ ക്രിമിനൽ കുറ്റമാണ്. എത്ര പേരെ സർക്കാർ വേട്ടയാടി. അങ്ങനെ പോവും ഭാഷണങ്ങൾ. കലാപത്തിനിടയിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ബലിദാനികൾക്ക് ഹാരമണിയിക്കും, പുഷ്പാർച്ചന നടത്തും, പറ്റുമെങ്കിൽ ഒന്ന് കരയുന്നത് പോലെയൊക്കെ കാണിക്കും. ഈ റാലികളിൽ പങ്കെടുക്കുക ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും. ഭൂരിഭാഗം UP ബീഹാറിൽ നിന്നുള്ള നീളൻ കുറിയുള്ളവരായിരിക്കും.
BJP റാലിയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ വാർത്ത അടുത്ത ദിവസം തന്നെ ദേശീയ മാധ്യമങ്ങൾ അടിപൊളിയായി റിപ്പോർട്ട് ചെയ്യും. ഇത് വായിച്ച് ഇനിയും BJPയോട് അനുകമ്പ കാണിക്കാത്ത ബാക്കിയുള്ളവർ കൂടി അതിലേക്ക് ചാടും. പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യനും, കുറച്ച് കമ്മ്യൂണിസ്റ്റും, കുറച്ച് കോൺഗ്രസും, പിന്നെ അവരുടെ കള്ളക്കളികൾ തിരിച്ചറിഞ്ഞ കുറച്ച് നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളും. ഈ 5 ഘട്ടത്തോടെ അവരുടെ പദ്ധതി പരിപൂർണമായും തീരും. 100% വിജയിക്കുന്ന പദ്ധതിയാണിത്. ബംഗാളിലെ കുതിപ്പിന് ഇതാണ് കാരണം. കേരളത്തിലും ഇതേ തന്ത്രം പ്രയോഗിക്കുമെന്നതിൽ സംശയമില്ല. സംയമനം പാലിച്ച് ബുദ്ധിയോടെ തരണം ചെയ്യാൻ കഴിഞ്ഞാൽ ഈ മഹാവിപത്തിനെ കേരളക്കാർക്ക് പേരോടെ പെടുതുകളിയാം. ഇനി വരാൻ പോകുന്ന ജയ് ശ്രീറാം മന്ത്രങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. കേരളം ബംഗാളാവുന്ന കാലം വിദൂരമല്ല. അടുത്ത ഇലക്ഷന് മുമ്പ് ഈ 5 ഘട്ടങ്ങളും കേരളത്തിൽ നടപ്പിലാക്കും. അവർ അതോടെ എല്ലാം ശുഭം. എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലെഴുതിയ ഈ കുറിപ്പ് പരമാവധി ഷെയർ ചെയ്ത് സഹൃദരായ പാവം മലയാളികളിലേക്ക് എത്തിക്കുക എന്നാണ് MM ജോയിയുടെ ആ വിവരം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.